എന്തിനെന്നെ ജനിപ്പിച്ചു? ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഇത്. ഒരു മകൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞ വാക്കുകളാണിത്. ഏക മകനാണ്, 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സത്യത്തിൽ ഇവനെ എന്തിനെ ഉമ്മ നിങ്ങൾ ജനിപ്പിച്ചു എന്ന് അവർ ജീവിച്ചിരുന്നുവെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ എൻ്റെ വാട്സപ്പിൽ ഞാനൊരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് മറ്റേ AKMയുടെ ഒരു സ്റ്റാറ്റസ് കണ്ടായിരുന്നു. ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഒരു ഇപ്പോൾ നോക്കിയിട്ട് കാണാനില്ല. അതിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഇവൻ്റെ അമ്മയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് ആദ്യം അന്വേഷിക്കണം. വെറുതെ ഒരു മകൻ ഒരു ഉമ്മയെ തല്ലിക്കൊല്ലുമോ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ കാരണമുണ്ട്. അവന് ഇത്രയും അടങ്ങാത്ത ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം എന്തിനാണ് എന്ന് അന്വേഷിക്കുകയല്ലേ വേണ്ടത്. അതായത് ഉമ്മയെ കൊന്നത് വലിയ കുറ്റമൊന്നുമല്ല എന്നുള്ള രീതിയിലായിരുന്നു ആ പോസ്റ്റ്. എന്തോ ആവട്ടെ, ഉമ്മ നല്ലതോ ചീത്തയോ, അമ്മ നല്ലതോ ചീത്ത എന്തോ ആകട്ടെ, പക്ഷേ 10 മാസം ആ ഉമ്മയുടെ വയറിൽ കിടന്ന മകനല്ലേ. എങ്ങനെ തോന്നി ആ ഉമ്മയെ ഇങ്ങനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ? ഈ AKM എന്ന് പറയുന്ന അശ്ലീലം ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അശ്ലീലമാണ് അവർ. കാര്യം പുരുഷൻ്റെ ചില എന്താ പറയുക അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ രൂപീകരിച്ച സംഘടന സകലമാന തെമ്മാടികളെയും പീഡകരെയും ഒക്കെ മനഃപൂർവ്വം പീഡനത്തിൽ കൊടുക്കിയ ആളുകൾക്കൊക്കെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതൊന്നും എനിക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷേ എല്ലാ ആളുകൾക്കും വേണ്ടി നിന്ന് ഇങ്ങനെ പുരുഷൻ ആണ് ശരി, എന്ത് തെറ്റ് ചെയ്താലും പുരുഷനാണ് ശരി, മറുഭാഗത്ത് ഹാർഡ് കോർ എന്താ പറയുക ഫെമിനിസ്റ്റുകളുണ്ട്, എന്ത് ചെയ്താലും സ്ത്രീയാണ് ശരി, എന്ത് ചെയ്താലും സ്ത്രീയാണ് ശരി എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ആ രീതിയിൽ പുച്ഛിച്ച് തള്ളണമെന്ന് മാത്രമേ ഈ വിഷയത്തിൽ പിന്നെ എന്താണ് ഇത്തരം കമൻറ്റുകളോട് ഞാൻ ധന്യ പറഞ്ഞതിനോട് ചേർന്നുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. രണ്ടാമത്തേത് ധന്യ പറഞ്ഞതാണ്, ആ അമ്മ എന്തോ ആയിക്കോട്ടെ, ശരിയോ തെറ്റോ നല്ലതോ ചീത്തയോ ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ മാറ്റി വെച്ചേക്കാം. ഇവനെ പോലുള്ള ഒരുത്തനെ പ്രസവിച്ച് വളർത്തി വലുതാക്കി എടുത്തില്ലേ. അപ്പുറത്തെ AKM ചെയ്തിട്ട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. കറക്റ്റായിട്ട് അത് അങ്ങനെ തന്നെ പറയാം. അവന്റെ അച്ഛനോട് അവന്റെ അമ്മ എന്ന സ്ത്രീ ചെയ്തതിന്റെ കർമ്മഫലം പലിശ സഹിതം കാലം കണക്ക് ചോദിച്ചത് കൊടുത്തതായിരിക്കാം. ഇത് അവന്റെ അച്ഛനായ ആ സ്ത്രീയുടെ ഭർത്താവാണ് ചെയ്തതെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള മോങ്ങലുകൾ കേൾക്കേണ്ടി വന്നേനെ. അവനോട് മനസ്സിരുത്തി ചോദിച്ചാൽ കൊല്ലാനുള്ള മോട്ടീവ് അവൻ തന്നെ തുറന്നു പറയും. ആ അമ്മ സ്നേഹത്തിന്റെ നിറകുടമായിരുന്നു എങ്കിൽ ഒരിക്കലും സ്വന്തം മകൻ ഇത് ചെയ്യില്ല. അല്ല, ആയിരിക്കുമെന്നാണ് ഇതിൽ അദ്ദേഹം കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ജോലിസപ്പണി അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളിലും ഇവരങ്ങ് തീരുമാനിക്കുകയാണ് ഇതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുല്ല് വില പോലും AKM എന്ന് പറയുന്ന അസോസിയേഷന്റെ വാക്കുകൾക്ക് ഇനി ജനം കൊടുക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ചാനലിൽ കയറി ഇരിക്കുന്നുണ്ട്, ഇനി അതും ഉണ്ടാവില്ല എന്നുള്ള നിലയിലേക്ക് ഇവർ പോകുന്നു എന്നതാണ് സത്യം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെറ്റ വയറിനെ ആ മകന്റെ കൈകൊണ്ട് തന്നെ ഉദകക്രിയ ചെയ്യുക, അത് മീൻസ് അതായത് അമ്മ മരണപ്പെട്ടതിന് ശേഷം ഉദകക്രിയ മകന്റെ കൈകൊണ്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാവും. ഞാൻ മതപരമായിട്ടല്ല പറയുന്നത്, അല്ലാതെ തന്നെ ഉണ്ടാവും. പക്ഷെ അത് സ്വന്തം മകന്റെ കൈകൊണ്ട് മരണപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ദുഃഖം ഒരു അമ്മയ്ക്ക് വരാനില്ല എന്നുള്ളതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? സത്യത്തിൽ ഇത് കൈതപ്പൊയിലാണ്, കോഴിക്കോട് കൈതപ്പൊയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. അവിടെ ഈ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അമ്മ അതിൻ്റെ സർജറി കഴിഞ്ഞ ശേഷം ആ ഉമ്മ മകളുടെ കൂടെ വീട്ടിൽ വിശ്രമിക്കുക, സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ ആ സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് ഈ പറയുന്ന മകൻ അവിടേക്ക് വരികയും ഇത് സംഭവിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇദ്ദേഹം വളരെ ലഹരിക്ക് അഡിക്റ്റഡ് ആയ ഒരു ആളായിരുന്നു. ഈ ലഹരിക്ക് അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ അദ്ദേഹം ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ദേഷ്യം, വെറുപ്പ്, പക ഒക്കെയാണ് ആ ഉമ്മയ്ക്കെതിരെ ഈ വ്യക്തി തീർത്തത്. ഈ പറയുന്ന ഡി അഡിക്ഷൻ മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ അഡിക്ഷൻ സ്വഭാവം, മദ്യത്തിനോടോ മയക്കുമരുന്നിനോടോ ഒക്കെയുള്ള അഡിക്ഷൻ സ്വഭാവം മാത്രമായിരിക്കില്ല ഒരു മനുഷ്യനുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കൂടെ ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾക്ക് പുറത്ത് ഒരു മനുഷ്യൻ ഉണ്ടായി വരാം. അപ്പോൾ ഇതിന് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുത്ത് വന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. മീൻസ് നമ്മൾ മറ്റുള്ള പ്രശ്നങ്ങൾ കൂടെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട്
മനുഷ്യന് എന്താണ് രക്തമെന്നോ അല്ലെങ്കിൽ സ്വന്തം പെറ്റ വയറെന്നോ അങ്ങനെയൊന്നും ചിന്തയില്ലാതെ ആ പാവം, ഞാൻ പറയട്ടെ, ഓപ്പറേഷൻ്റെ വേദന സഹിച്ച് സഹോദരിയുടെ വീട്ടിൽ പിന്നെ താമസിക്കുന്ന ആ പാവത്തിനെ ഇങ്ങനെ വെട്ടിക്കൊന്നിട്ട് എന്താണ് കിട്ടിയത്? അതിലും വലിയ വേദനയായിരിക്കും ഭർത്താവിനെ പ്രസവിച്ചപ്പോൾ ആ അമ്മ അനുഭവിച്ചത്. അതെ. എന്നിട്ട് ഇന്നവൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾക്ക് ഉമ്മം കൊടുക്കുന്നു. ഒരു കൂസലും കുറ്റബോധവും ഇല്ലാതെ പോലീസിനൊപ്പം വാഹനത്തിൽ കയറി പോകുന്നു. എന്നിട്ട് മാധ്യമങ്ങൾ ക്യാമറയിൽ അത് പകർത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് ഉമ്മ കൊടുക്കുന്നു. ചുംബന രംഗം. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു മനുഷ്യന്റെ സൈക്കോ ആണ്, ഒരു തരത്തിൽ സൈക്കോസിസ് തന്നെയാണ്. അത് ഒരു തരത്തിലല്ല, സൈക്കോസിസ് ആണ്. അത് ഏത് തരത്തിലാണ് അതിനെ കാണേണ്ടത് എന്ന് നമ്മൾ എന്താണ് ആലോചിക്കേണ്ട കാര്യം. പക്ഷെ സൈക്കോസിസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി പറയാൻ യഥാർത്ഥത്തിൽ സൈക്കോസിസ് ആണെങ്കിൽ തന്നെയും പോലീസ് ഇത് സൈക്കോസിസ് ആണെന്ന് പറഞ്ഞ് മെന്റൽ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ല. കാരണം അങ്ങനെ കൊണ്ടുപോയാൽ ഇവർ അതും പറഞ്ഞ് രക്ഷപ്പെടും. സത്യത്തിൽ അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലം സൈക്കോസിസ് ആണ് എന്ന വേർഷൻ അവിടെ മാറ്റി വെക്കാം. കാരണം അങ്ങനെ രക്ഷപ്പെടേണ്ട ഒരാളല്ലല്ലോ. അല്ല, ഇതിന് ഇത്രയ്ക്ക് ക്രൂരത ചെയ്തിട്ട് ഈ മാധ്യമങ്ങൾക്കൊക്കെ ഉമ്മ കൊടുത്തിട്ട് ഒരു കൂസലുമില്ലാതെ നടക്കുന്ന ഇവനെ പോലുള്ള ആളുകൾ എങ്ങനെയാ? ഇപ്പൊ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മനസ്സിന്റെ ഉമ്മ എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. എന്നെ നീയൊക്കെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല, കൂടിപ്പോയാൽ എന്താ ഒരു ജീവപര്യന്തമോ ഒരു വധശിക്ഷയോ, ജയിലിനകത്ത് കിടന്നാൽ എനിക്ക് നല്ലതുപോലെ ആഹാരം കഴിക്കാം, നല്ലതുപോലെ പിന്നെ എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമായിട്ട് ഉറങ്ങാം, കിടക്കാം, എല്ലാത്തിനും ആളുകളുണ്ട്, നല്ല ഭക്ഷണം കഴിക്കാം. അപ്പം എന്താ എനിക്ക് കുറവുള്ളത്? നിയമവ്യവസ്ഥയോട് ഒരു വെല്ലുവിളിയാണ് അവൻ്റെ ആ ചുംബനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. വധശിക്ഷ ഒഴികെ വേറെ എന്ത് കിട്ടിയാലും ഇവനൊക്കെ എന്താണ് ഈ തരത്തിൽ തന്നെ പറയുന്ന ആളുകളാണ്. മരിച്ചു കഴിഞ്ഞു. ആ അമ്മയെ എപ്പോഴാണോ കൊല്ലണം എന്നവൻ തീരുമാനിച്ചത് ആ സമയം തന്നെ ഇവൻ മരിച്ചു കഴിഞ്ഞു. അമ്മയെ കൊല്ലാനൊരു ചിന്ത മൈൻഡിൽ വന്നപ്പോൾ തന്നെ ഇവന്റെ ജന്മം പോയി, ഇവൻ പാഴായി, ഇവന്റെ ജന്മം തീർന്നു എന്നുള്ളതാണ് അല്ലേ? നമുക്ക് അമ്മമാരോട് എനിക്കറിയാവുന്ന ഒരു ഇത്ര ക്രൂരത ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ഒരമ്മ മകന് വേണ്ടി ജീവിച്ചതാ, മകനെ എന്നും പറഞ്ഞ് ജീവിച്ച ഒരമ്മയാണ്. മകൻ കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരനാണ്. കല്യാണം മകന് വീട് വെച്ച് കൊടുത്തു, ജോലി വാങ്ങിക്കൊടുത്തു, പിന്നീട് പിന്നെ എന്താ പറയുക, അവൻ്റെ എല്ലാ കാര്യങ്ങളും കല്യാണം വരെയുള്ള എല്ലാ ചെലവുകളും ഭാര്യയുടെ പ്രസവം എല്ലാം എടുത്ത ഒരമ്മയാണ്. ഇന്ന് അമ്മ കിടക്കുന്നത് ആ അമ്മയ്ക്ക് ഒരു ബന്ധവുമില്ലാത്തൊരു വീട്ടിലാണ്. ഇവൻ ആ അമ്മയെ നോക്കില്ല, അമ്മയുമായിട്ട് ഇവന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ആ അമ്മയ്ക്കൊരു അസുഖം വന്നാൽ പോലും കൊണ്ടുപോകാൻ ഒരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം കൊല്ലാക്കൊല ചെയ്യിപ്പിക്കുന്നു. മീൻസ് അമ്മമാരെ നോക്കേണ്ടത് മക്കളുടെ കടമയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ സ്വതന്ത്രരായി ജീവിക്കുന്ന അമ്മമാരും ഓൾഡ് ഏജ് ഹോമിൽ ജീവിക്കുന്ന പല അമ്മമാരെ നമ്മൾ ചെന്ന് കണ്ടിട്ട് അവരോട് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവരൊക്കെ പറയുന്നത്, എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഒരു ദിവസമെങ്കിലും എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. ഇതാണ് അവർ പറയുന്നത്. അവരോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം, മക്കളോടൊപ്പം ഇരുന്ന്, അല്ലെങ്കിൽ അവരുടെ പേരമക്കളെ ഒരു നോക്കൊന്ന് കാണണം, അവരോടൊപ്പം ഒരു ദിവസം ഒന്ന് ഫുഡ് കഴിച്ച് അവരോടൊപ്പം ഒന്ന് കളിച്ചുല്ലസിച്ച് എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടാക്കിയാലും കുഴപ്പമില്ല, എൻ്റെ മകനെ ഒന്ന് ഫോണിലൂടെ കണ്ടാൽ മതി എന്ന് പറയുന്ന അമ്മമാരും ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന ലോകം യൂത്താണ്, ന്യൂ ജനറേഷനാണ്. പിള്ളേരൊക്കെ വേറെ ലെവലിലേക്ക് മാറി, അവരുടെ ചിന്താഗതികളൊക്കെ മാറി. എന്തും നിങ്ങൾ മാറിക്കോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കോ, നിങ്ങളുടെ കരിയർ നിങ്ങൾ തിരഞ്ഞെടുത്തോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ ജീവിത സൗകര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ പൊക്കോ. പക്ഷേ 10 മാസം നിങ്ങളെ ഈ വയറിൽ ചുമന്ന് കൊണ്ട് നടന്ന ഒരു അമ്മയുണ്ട്. അവർ അനുഭവിച്ച ആ 9 മാസം അവർ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അത് നിങ്ങളൊന്നും ചിന്തിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ വരവിന് ശേഷം നിങ്ങളുടെ ജീവിതം കരിപിടിപ്പിക്കാനായി ഓടി നടന്ന് സ്വന്തം ജീവിതം മറന്നുപോയ ഒരു അച്ഛനുണ്ട്. എല്ലാത്തിലും പുഴുക്കുത്തുകളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അച്ഛന്മാർ ഒരുപാട് ഉണ്ട് നമുക്കിടയിൽ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച അച്ഛന്മാരും അമ്മമാരും ഉണ്ട്. അവരെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മക്കളെ നിങ്ങൾക്കൊന്നും ഒരു നല്ല ജീവിതം ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, വിശ്വസിക്കരുത്. അച്ഛനും അമ്മയും തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. അതിനപ്പുറം നമുക്കൊന്നുമില്ല. അത് നഷ്ടപ്പെടുമ്പോഴേ നമ്മളതിൻ്റെ ഏറ്റവും വലിയ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അച്ഛൻ എന്തൊക്കെയായിരുന്നു ആവശ്യം. എൻ്റെ അച്ഛൻ്റെ ആവശ്യങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ അച്ഛൻ നിറവേറ്റിയിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ്റെ ആവശ്യങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എന്തായിരുന്നു? എൻ്റെ അച്ഛൻ ആഗ്രഹങ്ങൾ എപ്പോഴെങ്കിലും നിറവേറ്റിയിട്ടുണ്ടോ? മക്കളിൽ നിന്ന് എൻ്റെ അച്ഛൻ എന്താണ് ആഗ്രഹിച്ചത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോഴും എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ
കണ്ണ് നനയാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പഠിച്ച് ഒരു ജോലിയിലെത്തുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ വിട്ടു പോയി. അപ്പോൾ എൻ്റെ അച്ഛൻ ഒന്നും വാങ്ങിക്കൊടുക്കാൻ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ശമ്പളം കൊണ്ട് പോലും എൻ്റെ അച്ഛന് 1 രൂപയുടെ മുട്ടായി പോലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, എൻ്റെ അച്ഛൻ എന്തായിരുന്നു ആഗ്രഹം, എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താ, എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ, എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാ, എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാ, ഇതൊന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് എൻ്റെ ലൈഫിൽ ചോദിച്ചാൽ എനിക്കറിയില്ല ഇതൊന്നും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ സമയവും നിങ്ങൾ കൊടുക്കണമെന്നല്ല, കുറച്ച് സമയം അവർക്ക് വേണ്ടി ചിലവഴിച്ചാൽ നാളെ ഓർത്തിരുന്ന് അവരെ കൂടെ ഒരുപാട് മെമ്മറീസിൽ ഓർത്തിരിക്കാൻ നമുക്കൊരു നല്ല മെമ്മറി ഉണ്ടാകും.